നമസ്കാരം. റെഗുലർ ട്രാൻസാക്ഷനിൽ അടുത്തതായി ലോൺ റിക്വസ്റ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ലോൺ റിക്വസ്റ്റ് എങ്ങനെ എൻ്റർ ചെയ്യുമെന്ന് നോക്കാം. അതിനായി ലോൺ റിക്വസ്റ്റ് എന്ന ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജ് പ്ലസ് ന്യൂ ലോൺ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അയൽക്കൂട്ടത്തിലെ ഏത് അംഗമാണോ ആ ആഴ്ചയിൽ വായ്പ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് വായ്പ ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ലോൺ റിക്വസ്റ്റിൽ നെയിം ഓഫ് മെമ്പർ എന്ന സ്ഥാനത്ത് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതായി പ്രപ്പോസ്ഡ് എമൗണ്ട്, ആ അയൽക്കൂട്ടാംഗം ആവശ്യപ്പെടുന്ന വായ്പാ തുകയാണ് ഈ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് ലോൺ പീരീഡ്, അയൽക്കൂട്ട അംഗം ആവശ്യപ്പെട്ട വായ്പാ തുക എത്ര മാസത്തേക്കാണ് അയൽക്കൂട്ടം അനുവദിച്ചിട്ടുള്ളത് ആ പീരീഡാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് അത് ഓരോ അയൽക്കൂട്ടത്തിൻ്റെ രീതിക്കനുസരിച്ചായിരിക്കും പീരീഡ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. വായ്പയുടെ കാലാവധി എന്നാണ് ഉദ്ദേശിക്കുന്നത് ലോൺ പീരീഡ് കൊണ്ട്. കാറ്റഗറി സെലക്ട് ചെയ്യുക. തുടർന്ന് പർപ്പസ് സെലക്ട് ചെയ്യുക. റിക്വസ്റ്റ് വാലിഡ് അപ് ടു സിസ്റ്റം ജനറേറ്റ് ആണ് സേവ് ചെയ്യുക. ഇവിടെ ബീന എന്ന വ്യക്തി ലോൺ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതുപോലെ ആ അയൽക്കൂട്ടത്തിലെ മറ്റേതെങ്കിലും വ്യക്തി ലോൺ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് ബാക്ക് ഇറങ്ങുക. ഇവിടെ ലോൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ബാങ്ക് ട്രാൻസാക്ഷനിലേക്ക് വരിക. ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന ഹെഡ് സെലക്ട് ചെയ്ത് അവിടെ ക്യാഷ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. വരുന്ന പേജിൽ ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. പ്ലസ് വിഡ്രോവൽ ഓർ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ട്രാൻസ്ഫർ ടൈപ്പ് വിഡ്രോവലാണ്. അതായത് ആ അയൽക്കൂട്ടാംഗം വായ്പ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ വിഡ്രോവലാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് ഏത് ബാങ്കിൽ നിന്നാണ് സമ്പാദ്യ വായ്പയാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ സേവിങ്സിൻ്റെ പാസ്ബുക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് സെലക്ട് ചെയ്തു. എമൗണ്ട് എത്ര രൂപയാണ് അയൽക്കൂട്ടാംഗം ആവശ്യപ്പെട്ടിട്ടുള്ളത് വായ്പയായിട്ട് ആ തുക ഇവിടെ എൻ്റർ ചെയ്തു കൊടുത്തു. സേവ് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും ബാക്കിലേക്ക് പോകുക. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഇവിടെ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിലേക്ക് നമ്മൾ എത്ര എമൗണ്ട് ആണോ വിഡ്രോവലിനായിട്ട് എൻ്റർ ചെയ്യുന്നത് ആ എമൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തുടർന്ന് വീണ്ടും മെമ്പർ ട്രാൻസാക്ഷൻ എടുത്തിട്ട് അവിടെ ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് കൊടുക്കുക. ബീന എന്ന വ്യക്തി, അതായത് വായ്പ ആവശ്യപ്പെട്ട വ്യക്തിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ലോൺ ഡിസ്പേഴ്സ്മെൻ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും, അവിടെ സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഫണ്ട് സോഴ്സ് കൊടുക്കുക. ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് എമൗണ്ട്, അതായത് വായ്പ ഇനി നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 10,000 രൂപയാണ് ഇവിടെ അവർ ലോൺ ആവശ്യപ്പെട്ടത്. നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതും 10,000 രൂപയാണ്. ആ എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യുക. ലോൺ ഡിസ്പേഴ്സ്ഡ് ടുഡേ എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ലോൺ ആവശ്യപ്പെട്ടപ്പോൾ, ഈ അംഗം ലോൺ ആവശ്യപ്പെട്ടപ്പോൾ ലോൺ റിക്വസ്റ്റിനായിട്ട് നമ്മൾ കൊടുത്ത എൻട്രികളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കും. അതായത് ലോൺ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ലോൺ ഡിസ്പേഴ്സ്മെൻറ്റിൽ എൻ്ററായി വരും. തുടർന്ന് സേവ് കൊടുക്കുക. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ലോൺ തിരിച്ചടവിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. വീണ്ടും ശ്രദ്ധിക്കുക, ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്നും ആ 10,000 രൂപ മാറിയിട്ടുണ്ട്. അതായത് ഇവർക്ക് നമ്മൾ വായ്പ കൊടുത്തു കഴിഞ്ഞു എന്നതാണ് അതിനർത്ഥം. ഇതുപോലെ ഏതെങ്കിലും
മറ്റേതെങ്കിലും അയൽക്കൂട്ട അംഗത്തിന് വായ്പ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോൺ റിക്വസ്റ്റ് കൊടുക്കുക. ലോൺ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ബാങ്ക് ട്രാൻസാക്ഷനിലേക്ക് വരിക. അവിടെ ക്യാഷ് ബോക്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എത്ര രൂപയാണോ വ്യക്തി വായ്പയായിട്ട് ആവശ്യപ്പെട്ടത് ആ എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് ഇറങ്ങി വീണ്ടും മെമ്പർ ട്രാൻസാക്ഷനിലേക്ക് വന്ന് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ലോൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്.